നേപ്പാളിൽ ആരാണ് ഇപ്പോൾ ഈ സമരത്തിന്റെ രംഗമുഖത്തുള്ളത്? മുൻപിൽ നിന്നുകൊണ്ട് ഈ സമരം നടത്തുന്നത് ആരാണ്? 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 പറ, ഇതറിയണം. ആരാണ്? ജാൻസിയോ? ജാൻസി അല്ല, ജെൻസി. ആരാണ്? പറഞ്ഞേ. ജെൻസി എന്ന് പറഞ്ഞാൽ ആരാ? ജെൻസി. ജെൻസി എന്ന് പറഞ്ഞാൽ ആരാ? ജനറേഷൻ ഇസഡ് എന്ന് പറഞ്ഞാൽ ആരാ? ജെൻസി എന്ന് പറയുന്ന തലമുറ. ഇതൊരു വ്യക്തിയല്ല കേട്ടോ, ഇതൊരു വ്യക്തിയല്ല, ഇതൊരു തലമുറയാണ്. 1997 2012 ഇടയ്ക്ക് ജനിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു 18 വയസ്സിനും ഒരു 28 വയസ്സിനൊക്കെ അല്ല, 13 28 വയസ്സിനും ഇടയ്ക്കൊക്കെയുള്ള ഒരു തലമുറ. ഇതിനെയാണ് ജനറേഷൻ ഇസഡ് എന്ന് പറയുന്നത്. ജെൻസി എന്നാണ് ഷോർട്ട് ഫോം. ജെൻസി. പറഞ്ഞേ, ജെൻസി. നേപ്പാളിന്റെ കലാപത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്നത് 70 വയസ്സും 90 വയസ്സുള്ളവരൊന്നും അല്ലെന്ന്. ഈ കാലഘട്ടത്തിന് ചെറുപ്പക്കാരാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്താ സംഭവിച്ചെന്നറിയാലോ അല്ലേ? അപ്പൊ ഈ സാധാരണക്കാരിലുള്ള ഈ വരുന്ന ജനറേഷൻ എന്ന് പറഞ്ഞ പുതിയ തലമുറയിലെ ജെൻസികൾ എന്ത് ചെയ്തു? അവരുടെ ധൂർത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അവര് ശക്തമായിട്ട് പ്രതിഷേധിച്ചു. ഈ ജെൻസി എന്ന് വിളിക്കപ്പെടാൻ കാരണം ജനറേഷൻ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂം എന്ന് പറയും. സൂമേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ഒരു പ്ലാറ്റ്ഫോമാണ് സൂം മീഡിയ. ഒരുപക്ഷെ കൊറോണ കാലത്തൊക്കെ ആരംഭിച്ച ചിലപ്പോൾ സൂം മീഡിയ വഴിയുള്ള മീറ്റിംഗ് ഒക്കെ നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ സൂം മീഡിയയിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജനറേഷൻ ഇസഡ് എന്ന് പറഞ്ഞാൽ, ജനറേഷൻ ഇസഡ് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഈ കാലഘട്ടത്തിൽ ആ ജനത നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലിനെ ഇവിടെ ഇരിക്കുന്ന ചിലർ പഠിക്കാനാണ്. അതായത് നേപ്പാളിലെ അധികാരികളെ കുറിച്ച് അവരെന്ത് ചെയ്തു? അവർ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. അവരുടെ ധൂർത്തിനെ കുറിച്ചും അഴിമതിയെക്കുറിച്ചും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ പ്രചരിപ്പിച്ചപ്പോൾ അധികാരികൾ എന്ത് ചെയ്തു? അധികാരികൾ അതിനെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്ത് നിരോധിച്ചപ്പോൾ ഈ പറയുന്ന തലമുറയിൽപ്പെട്ടവർക്ക് അവരുടെ രോഷം അടക്കാനായില്ല. അവർ പൊതുരംഗത്തിറങ്ങി അവിടുത്തെ ഭരണാധികാരികളെ ഓടിച്ചിട്ടടിക്കുന്നു. പട്ടാളം ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു. കിരാതമായ ഒരു അന്തരീക്ഷം.